സ്കൂൾ കെട്ടിടം, വീടുകളെല്ലാം പോയി. മുറിവേറ്റ മനസ്സുകളെ ചേർത്ത് നിർത്തുന്നവൻ മനുഷ്യൻ. മരണമുഖത്ത് നിന്ന് കോരിയെടുക്കുന്ന കൈ ദൈവത്തിൻ്റെത്. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഇവിടെ ഞങ്ങള് വീട് പോയി. ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചളിന്റെ ഉള്ളിലാണ്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ മനുഷ്യനും ദൈവങ്ങളും എത്തിയിരുന്നു. അവർക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ രൂപമായിരുന്നു. മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വായുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ വണ്ടിയെടുത്ത് കുറെ ആൾക്കാരെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും. നാടിന്റെ നോവ് നിലവിളിയായി പരന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൈപിടിക്കാനാകുന്നതിലും അകലത്തുള്ളവരെ കോരിയെടുക്കാൻ അവർ വേണം. യുദ്ധമുഖത്തെന്നോണം സൈന്യം തിരിച്ചു. പച്ചക്കാട് പോയ മരുന്നതാ. വെള്ളം കയറിയ വഴികൾ വഴിമുടക്കാൻ നോക്കി. മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ട് വെച്ച ശീലമില്ല. മരം കൊച്ചുന്ന തണുപ്പ്. പക്ഷേ മരണത്തിന്റെ മരവിപ്പിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന് യൂണിഫോമാണ് പുതപ്പ്. Climate it's fine. When it rains, it becomes difficult to move and carry out our work, but we are doing it. അറിയാത്ത വഴികൾ, അപകട വഴികളിലേക്ക്, തൂക്കിൻമുനയിലേക്ക്. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തവന് എല്ലാ വഴിയും ഒന്ന്. മുന്നിൽ കുത്തിയൊഴുകുന്ന കണ്ണാടിപ്പുഴ. സർവ്വതും മണ്ണിനടിയിലാണ്. ഇതിനപ്പുറം മറികടക്കാനുള്ള കരുത്തുണ്ട് ആ മനസ്സുകൾ. നിമിഷനേരം കൊണ്ട് ചൂരൽമലയിൽ വടം കെട്ടി രക്ഷാപ്രവർത്തനം തുടങ്ങി. പുഴയെ വകഞ്ഞുമാറ്റി താൽക്കാലിക നടപ്പാലമൊരുങ്ങി. മുണ്ടക്കയിലേക്ക് ആ പാലം കടന്ന് രക്ഷാകരം നീങ്ങി.
ഉടലെടുത്ത മണ്ണിൽ സൈന്യം രക്ഷയുടെ പാതയൊരുക്കി. കൈകൾ കുട്ടിപ്പിടിച്ചവർ മല കയറി. കുടുങ്ങിക്കിടന്നവരെ ഓരോരുത്തരെയായി ജീവന്റെ കരയിലെത്തിച്ചു. ഭക്ഷണത്തിനായി കൈനീട്ടിയപ്പോൾ അവിടെ പറന്നെത്തിയ ഹെലികോപ്റ്ററിന് അടയാളം വായുസേനയുടേത്. ചാലിയാറിൽ തിരച്ചിലിനിറങ്ങുമ്പോൾ അവർക്ക് നാവികസേനയുടെ വേഷമായിരുന്നു. പുഴ കടന്ന് യന്ത്രവാഹനങ്ങളെത്താൻ പാലം വേണം. ഒരു രാത്രിയും പകലും മതി ആ എഞ്ചിനീയറിംഗ് കരുത്തിന്. ഉരുക്കിനെ തോൽപ്പിക്കുന്ന കൈകൊണ്ട് പാലമൊരുങ്ങി. ബെയിലി പാലത്തിന് സൈന്യത്തിന്റെ ബലമാണ് ഈട്. ബ്രിഡ്ജിന് യാതൊരു പ്രശ്നമില്ല. ബ്രിഡ്ജിൽ കൂടെ നമ്മൾ വണ്ടി ഇപ്പോൾ സുഖമായിട്ട് പോകാം. പക്ഷേ ഞങ്ങളതിന് താഴെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിയർ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഇതിൽ പിയർ എന്നാണ് പറയുക. ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ അതിന് ഫർദർ എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇതിന് സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ വാൾ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഗാബിയോൺ ബാഗ്സ് എന്നാണ് ഈ പറയുന്നതിന് പേര്, ഈ കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കല്ല് നിറച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഒരു കല്ലിനെ റെഡിയാക്കുകയാണ്. അപ്പം വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മുടെ മേളിൽ നിന്ന് വരുമ്പോൾ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വരരുത് മെയിൻ അത് തന്നെയാണ്. അപ്പം നമ്മൾ കല്ലുകളുണ്ടെങ്കിൽ അത് നമുക്ക് സപ്പോർട്ടാണ്. പക്ഷേ ഇത്ര ഒരു വലിയ കല്ലിനെ നമ്മൾ ഫോം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ആർട്ടിഫിഷ്യലായിട്ടൊരു സപ്പോർട്ട് അതിന് വേണ്ടി കോൺക്രീറ്റിനൊക്കെ നോക്കിയാൽ നമുക്ക് ഒത്തിരി സമയമാവുന്നുണ്ട്. അത് സൂട്ടബിളും അല്ല. ഇങ്ങനെയാണോ മറ്റു സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണോ ഇതിന് പ്രൊട്ടക്ഷൻ? നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. കാരണം ജമ്മു, സിക്കിം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇതാണ് എത്ര പെട്ടെന്ന് നമുക്ക്, കാരണം വെച്ചാൽ ആൾറെഡി ഒന്നും ഇപ്പോൾ ഇവിടെ പൊട്ടി നിൽക്കുന്ന സമയത്ത് ഇനി ഏത് സമയത്തും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരാനുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ വാൾ കൊടുക്കാനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് കോൺട്രാക്ട് ബേസിലാണ് ചെയ്യുന്നത്. PWDക്ക് കൊടുത്തേക്കുന്ന ടാസ്ക്. ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് വേണമെന്ന് ഞങ്ങൾ മുമ്പിൽ വെച്ചു, ഒരു നിർദ്ദേശം മുമ്പിൽ വെച്ചു. അത് കണ്ടുകൊണ്ട് PWD ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ. പാലം ഇത് നിലവിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതുവരെ ഇതിന് ബദലായിട്ടൊരു പാലം വരുന്നില്ല, ഒരു പെർമനൻറ്റ് ബ്രിഡ്ജ് വരുന്നില്ല. അതുവരെ ഈ പാലം കണ്ടിന്യൂ തന്നെ ആയിരിക്കും. ആരാണ് ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ? എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രൊട്ടക്ഷൻ പണി കഴിയുന്നവരെ അപ്പോഴാണ് ഞങ്ങളുടെ പണി പൂർത്തിയാവുകയുള്ളൂ. എപ്പോഴേക്കും ഇത് മുഴുവൻ ഇപ്പോൾ ഒരു കൂടിപ്പോയി ഒരു 4 ദിവസം അതിനുള്ളിൽ ഇവർ ക്ലിയർ ആവും. മെറ്റീരിയൽസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യും. ഉറ്റവരെ തിരഞ്ഞിറങ്ങിയവനും ഇത് രാജ്യസേവനം.
സ്വന്തം നാടാണ്, പഠിച്ച സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ദുരിതാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്? ഇപ്പോഴും ഓർക്കാനും വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം നമ്മുടെ ഭൂമിയിൽ വന്നതല്ല. പറഞ്ഞപാട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടു. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആർമിയിലുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്, സ്വന്തം നാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ജിത്തു ഈ സ്കൂളിലെ വെള്ളാർപുഴ സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ആ പഠിച്ച ക്ലാസ് മുന്നിലാണ് നമ്മളുള്ളത്. പഠിച്ച സ്കൂളിൽ വളരെ അഭിമാനത്തോടു കൂടി ഈ വേഷമിട്ട് ഇവിടെ അവർക്ക് മുന്നിൽ വരണമെന്നായിരുന്നു ജിത്തിൻ്റെ ഒരു ആഗ്രഹം അല്ലേ? അന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇവിടെ എല്ലാ ഈ യുവജനോത്സവത്തിൻ്റെ കാര്യത്തിനൊക്കെ പിന്നെ ആഗസ്റ്റ് 15-നൊക്കെ എന്നെ ഇവിടെ പതാക ഉയർത്തുന്നതൊക്കെ വേണ്ടി എന്നെ പറയുന്നുണ്ടായിരുന്നു. ജിത്തു അസാധാരണമായിട്ട് ചെണ്ട വായിക്കുമായിരുന്നു. അപ്പോൾ ആ കൈയുടെ ആ വേഗതയും ആ ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹം ഡ്രംസ് പഠിക്കാൻ പോയി. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ സൈനികർ എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ പോലെയാണ്. ആ ഒരു സൈനികനായിട്ടുള്ളൊരു വ്യക്തി ഈ നാട്ടിൽ ഒരു ദുരന്ത സമയത്താണ് വരാമെന്നുള്ളൊരു വിഷമമുണ്ടോ? അതാണ്, ആ ഒരു നിയോഗമാണ് അദ്ദേഹത്തിന് എത്തിയത്. എൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയ ശിഷ്യനാണ്. എന്തായാലും നമ്മുടെ നാടിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ ഇപ്പോഴും നമുക്ക് പറ്റില്ല. എന്തായാലും നമ്മുടെ നാട് നമ്മൾ വീണ്ടെടുക്കും. അതിനുവേണ്ടി നമ്മുടെ നാടും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് നമ്മളെന്തായാലും വീണ്ടെടുക്കും. മരണത്തിൽ നിന്നുയർത്തെഴുന്നേറ്റ് വയനാടെത്തിയ ആ ധീരന് ഋഷി രാജലക്ഷ്മിയുടെ രൂപം. സാറിനെപ്പോലുള്ളവർ ഇവിടെ എത്തിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഈ ജനങ്ങളുടെ തകർന്ന അവസ്ഥയിൽ ഇന്ത്യൻ സൈന്യം എത്രത്തോളം അവർക്ക് കരുത്തു കൊടുത്തുവെന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. നിങ്ങളുടെ ഒരു മനക്കരുത്ത് എങ്ങനെയാണ് ഈ മനുഷ്യരിലേക്ക് നൽകുന്നത്? ഞങ്ങളിവിടെ ഉണ്ടാവുന്നത് തന്നെ അവർക്കൊരു സപ്പോർട്ടായി മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഇത്രയും ദിവസത്തെ ഒരാഴ്ചയിലേറെ നീണ്ടു നിന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ വിഷമങ്ങൾ കൂടി സാർ കണ്ടതാണ്. അവർക്ക് അതിലേക്ക് തിരിച്ചു വരാൻ സൈന്യം നൽകുന്ന ഒരു കോൺഫിഡൻസ് വലുതല്ലേ? അപ്പോൾ സാറിന് മുൻ എക്സ്പീരിയൻസിൽ നിന്ന് ഇവിടെ എത്രത്തോളം വേഗത്തിൽ അത് സാധ്യമാകും ആളുകൾക്ക്? അതിപ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അവരാൽ കഴിയുന്നത് വയനാടിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റീഹാബിലിറ്റേഷൻ അധികം സമയമൊന്നും എടുക്കില്ല. അതിർത്തി സംരക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യൻ സൈന്യമുണ്ട്. അത് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് എന്ന് തോന്നിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് കൂടുതൽ യുവാക്കൾ കൂടി സൈന്യത്തിലേക്കും സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്കും വരുമല്ലേ? ഒബ്വിയസ്ലി വരണം. കാരണം ഇവിടെ ഒരു ജോയിൻറ്റ് ഓപ്പറേഷൻ ആയിരുന്നു. ഇഫ് യു സീ ലൈക്ക് ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, പോലീസിലെ തന്നെ SOG, they all, not only us, we all did a wonderful job. It is not a job, I will not say it is a job. ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വൃത്തിയായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു. വേഷങ്ങൾ, രൂപങ്ങൾ, അടയാളങ്ങളൊക്കെ മാറും. പക്ഷേ സൈന്യത്തിന് ദൈവത്തിൻ്റെ രൂപമായിരുന്നു. കണ്ണുനീരൊഴുക്കാതെ മറ്റുള്ളവന്റെ കണ്ണുനീർ തുടച്ചവർ യാത്ര തുടരുകയാണ് പുതിയ ദൗത്യത്തിനായി. Whatever we were supposed to do, we feel that to the fullest level of our satisfaction we have completed the task which was requested by the civil administration. With the help of local people and the SOG and the NDRF team, we were able to get some wooden log and we cut the tree and made some bridge. So accordingly the rescue operation was on first and second day it was quite successful. ഞങ്ങളൊരു 150 പേർക്ക് മേലിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വയനാടിൻ്റെ ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ ക്യുസാരിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പുറത്തുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം, ഇവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാനായിട്ട് ചോദിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പേര്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് തിരിച്ച് ചർച്ച ചെയ്തിട്ട് അവർക്ക് എന്താ പറ്റുന്നത് ഞങ്ങളുടെ ക്യുസാരിൻ്റെ അസോസിയേഷൻ, അങ്ങനെയുള്ള കോളേജിൻ്റെ അസോസിയേഷൻ അതെല്ലാം ചേർന്ന് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. അത് തന്നെ ഉള്ളൂ. പിന്നെ പ്രാർത്ഥനയിലെല്ലാം ഇപ്പോൾ ഞാൻ അവിടെ കാണും. അതായിരിക്കും ഞങ്ങൾക്കിപ്പോൾ ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ മുണ്ടക്കൈ ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ നാടാകെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ ഇവർ നന്ദിയൊന്നും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്കതൊന്നും വേണ്ട. അവർ പറയുന്നത് നമ്മുടെ രാജ്യമാണ് വലുത്. എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ അസ്.
We salute you all. ഇനി അതിജീവനമാണ്. പുത്തുമലയുടെ ആ മണ്ണിൽ പുതിയ നാമ്പുകൾ തളിരിടുന്നു. അവിടെ ഓരോ അക്കങ്ങളിൽ അടയാളപ്പെടുത്തിയവരെ തേടി ഇനിയും ഉറ്റവരെത്തും. മുണ്ടക്കൈയിലുണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് മൃതശരീരങ്ങൾ ഒഴുകി താഴേക്ക് പോന്നിട്ടുണ്ട്. ചിലത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത് മേപ്പാടിയിൽ നിന്ന് തന്നെയാണ്, ചൂരൽമലയിൽ നിന്നാണ് നമുക്കത് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞത്. ചിലത് ഒഴുകി ചാലിയാർ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നുള്ള നിലയ്ക്കാണ് CN എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ ചേർത്തിട്ട് നമ്പർ ഇട്ടിട്ടുള്ളത്. C എന്ന് പറഞ്ഞാൽ ചൂരൽമല, മേപ്പാടിയിലുള്ള ചൂരൽമലയും, N എന്ന് പറയുന്നത് മലപ്പുറത്തെ നിലമ്പൂരുമാണ്. ഇനി എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മൾ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ബോഡിയുടെയും ബോഡി പാർട്ടിൻ്റെയും ഫോറൻസിക് പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ DNA എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്തസാമ്പിളിൽ നിന്ന് എടുത്തിട്ടുള്ള DNAയും ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള DNAയും തമ്മിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നീട് അത് ഇന്ന ആളുടെ ബോഡിയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു സംവിധാനമാണ് ഇതുവഴി ഒരുക്കിയിട്ടുള്ളത്. ഒറ്റപ്പെട്ടുപോയ വളർത്തുമൃഗങ്ങളെ ചേർത്ത് പിടിക്കാൻ പുതിയ ഉടമകൾ വരും. ഞങ്ങൾ ഈ ദുരന്തം നടന്നതിൻ്റെ ആദ്യത്തെ 2 ദിവസം മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. ആ പാലത്തിൻ്റെ പണി പൂർത്തിയായവിടെ ഞങ്ങൾ ആദ്യം ചെയ്തു പറഞ്ഞാൽ അവിടെ ചൂരൽമല ക്ഷീരോത്പാദക സഹകരണ സംഘം ഉണ്ട്. ഏകദേശം 50ഓളം ക്ഷീരകർഷകരാണ് അവിടെ രജിസ്റ്റർ ചെയ്ത് പാലളക്കുന്ന കർഷകർ. അവരുടെയൊക്കെ ഡാറ്റ ഞങ്ങളെടുത്തുണ്ട്. ആദ്യമായി ഇവിടെ എത്തിയത് മലപ്പുറം ജില്ലയിലെ ക്ഷീരകർഷകർ വൈക്കോലും അതോടൊപ്പം തന്നെ പച്ചപ്പുല്ലൊക്കെ എത്തിച്ചു. ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ക്ഷീരസംഘങ്ങളിലെ പാവപ്പെട്ട കർഷകർ തുച്ഛമായ പൈസ, അവർ സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് 753 ചാക്ക് കാലിത്തീറ്റ ഈ ദുരന്ത മേഖലകളിലും അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ മൊത്തത്തിൽ തന്നെ ഫ്ലഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് തീറ്റപ്പുല്ല് മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തീറ്റയില്ലാത്തതുകൊണ്ട് പാലുൽപാദനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്, 1ാം സ്ഥാനം പാലക്കാട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് വീണ്ടും പുനരുജ്ജീവിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ക്ഷീരവികസന വകുപ്പ് ഗുണഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഉന്നം തെറ്റാതെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഒരു തലമുറ കാലുവയ്ക്കും. ഈ ടൈമിൽ ഞങ്ങൾ എല്ലാവരും മൈൻഡും വേറെ ഒരു സങ്കടമോ ടെൻഷനോ ഒന്നുമില്ല. ഈ കളി ജയിക്കണം, ഇപ്പത്തെ കളി ജയിക്കണം. ആ ഒരു ഫീൽ ഈ ഒരു ഗെയിമിന് മാത്രമേ കിട്ടൂ. കളിയായിരുന്നു കേട്ടോ, പക്ഷെ നല്ല കളി മനസ്സിലാക്കാൻ ഇനി റീഹാബിലിറ്റേഷൻ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളൊരു ടൗൺഷിപ്പ് പോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ മാനസികമായി നല്ലൊരു സന്തോഷമായിരിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് ഇനി ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചൂരൽമല മണ്ണുമൂടിയ വഴി കടന്ന് ചൂരൽമലയിലേക്ക് KSRTC ബസ്സെത്തി. ആള് കുറവാണ്. ഇത് ഇനിയിപ്പോൾ എല്ലാം ക്യാമ്പിലായിരിക്കാം. ക്യാമ്പിൽ നിങ്ങോട്ട് പുറത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ എല്ലാം ഒന്ന് റെഗുലറായിട്ട് ആവുള്ളൂ. പിന്നെ അതുപോലെ സർവീസ് ഈ KSRTCയിൽ 23 വർഷമായി. 23 വർഷത്തിലും മുണ്ടക്കൈക്കാരായിട്ട് നല്ല ബന്ധമാണ്. എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുണ്ടക്കൈ സെക്ടറിലേക്ക് നമ്മൾ വണ്ടി അയച്ചിരിക്കും. എപ്പോഴും KSRTC ബസ്സിലാണോ യാത്ര? ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ആ ഭാഗത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ട് ഒരുപാട് എല്ലാം പരിചയക്കാരായിരിക്കുമല്ലോ അല്ലേ ആ നാട്ടിൽ? അതെ അതെ. പരിചയക്കാരും ആരെങ്കിലൊക്കെ ഇതിൽ ഉൾപ്പെട്ടു പോയോ? നമ്മളെ ഏട്ടൻ്റെ പിന്നെ പേരക്കുട്ടികളൊക്കെ പെട്ടിട്ടുണ്ട്. അവര് സുരക്ഷിതരാണോ? ഇല്ലല്ല, മരിച്ചുപോയി. നമുക്ക് ഭയങ്കര ഒരു ശൂന്യത. കാരണം അങ്ങോട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, കാരണം അവിടുത്തെ കുട്ടികൾ രാവിലെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അവരിങ്ങനെ ഭയങ്കര സംസാരവും ഭയങ്കര സന്തോഷത്തോടെ പോയിരുന്ന ആ കുട്ടികളിൽ പലരും നമുക്കിന്ന് കാണാനില്ല, ഭൂമുഖത്തില്ല. വർഷങ്ങളായി ചായ പാർന്ന് തന്നുകൊണ്ടിരുന്ന ആള്, അവിടുത്തെ ആ ഒരു സ്ത്രീയാണ് ചായ എടുക്കുന്നത്. കട ആ ഫാമിലി മൊത്തം പോയി. അവിടെ ഇരിക്കുന്ന പള്ളിയുടെ താഴേക്കുള്ളൊരു ഭാഗമില്ലല്ലോ. മൊത്തം മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഒരു ഇനി നമുക്ക് ഓർമ്മ മാത്രമാണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം ഇനി ഇല്ല. ഉസ്താദും പോയി. ഉസ്താദ് പോയി. ഉസ്താദിന്റെ ബോഡി 2 ദിവസം കഴിഞ്ഞാൽ കിട്ടി.
എൻ്റെ ഫാമിലിന്ന് ഇപ്പോൾ അറിയപ്പെടാൻ 2 ആൾക്കാരുള്ളൂ. ബാക്കി 9 ആൾക്കാരെയും കൊണ്ടുപോയി. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോൾ. രാത്രി ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കളിക്കുന്ന ആ ഒരു കളി, എന്താ പറയുക, ഞങ്ങൾ കളിക്കുന്നത് ഞാൻ ഇപ്പോൾ മീഡിയക്കാരനായിട്ടും എൻ്റെ അനിയത്തി രക്ഷാപ്രവർത്തകയായിട്ടും ടോർച്ചുകളും അതേപോലെ ഫോണുകളൊക്കെ ഇങ്ങനെ മരിപ്പായിട്ടൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. ആംബുലൻസ് വരുന്ന കൊണ്ടുപോകുന്നു. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അറിയിപ്പായിരിക്കും, നമുക്കത് മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങൾ ഒരു 8:30 വെച്ച് ചോറുണ്ടാക്കി. അങ്ങനെ 8:30 വെച്ച് ചോറുണ്ടാക്കി. ഞങ്ങൾ സ്വാഭാവികമായിട്ട് 10 മണിക്കൊക്കെ ഫുഡ് കഴിക്കുക. ഞാൻ ഒരു ഇതിൽ തന്നെ ഞാൻ ചോദിച്ചു, ഉമ്മച്ചി എന്താ ഉരുൾ പൊട്ടി പോകുമ്പോൾ എല്ലാവർക്കും ഒപ്പം പോകാനാണോ എന്ന്. അപ്പം ഉമ്മച്ചി പറയുന്നൊരു വാക്കുണ്ട്, പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒപ്പം പോവാലോ, അതല്ലേ കുറച്ചും കൂടി ഇത്. പെട്ടെന്നൊരു കുലുക്കം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞാൻ അങ്ങനെ നീച്ചു. അപ്പം ഞാൻ അങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ചുമരൊക്കെ ഇങ്ങനെ വീഴുക. ഞാൻ ഇങ്ങനെ ഇത് ചുമര് ബാക്കിൽ നിന്ന് ഇടിഞ്ഞ് വന്ന ടൈമിൽ ഞാൻ ബാക്കോട്ട് ധരിച്ചു പോയി. എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത് ഒന്നും അറിയില്ല. എനിക്ക് ഉരുൾപൊട്ടലാണോ ഒന്നും അറിയുന്നില്ല. ബാക്കിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ടൈമിലാണ് ഞാൻ ബാക്കോട്ട് തെറിച്ച് പോയത്. അങ്ങനെ ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ തണുത്തിരിക്കുക. വല്യമ്മാനോട് ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ വല്യമ്മക്ക് എന്തോ സംഭവിക്കുക, എമ്മ ജീവനുണ്ടോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഉമ്മ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പിടിച്ചു നിന്നോളാം, ഈ അവിടെ ഇരുന്നോ. ഫസ്റ്റത്തെ ഉരുൾ പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ മലയിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ ഇങ്ങനെ ചുരത്തിലൂടെ ഇങ്ങനെ കടലിറങ്ങി വരില്ലേ, അതേപോലെ മണ്ണും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. ആ പ്രദേശം ഫുൾ അപ്പം തന്നെ പൊയ്ക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാനും കഴിയില്ല. ഉമ്മാനോട് ഞാൻ വർത്താനം പറഞ്ഞു. ഒരു 10-5 സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ പൊട്ടലും വന്നു. അതോടെ എനിക്ക് മനസ്സിലായി, ഓരോ നിലവിളി ശബ്ദമൊക്കെ നിർത്തി. ഞാൻ ആ 4 മണിക്കൂർ അവിടെ ഇരുന്ന് കരയാനുള്ളതൊക്കെ ഞാൻ കരഞ്ഞു തീർത്ത്. ഞാൻ വിചാരിക്കുന്ന ഫാമിലി മൊത്തം പോയിക്കുന്നു. ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, കരച്ചിലോടെ ഉമ്മ പറയുക. ഉമ്മ മൂളുന്ന സൗണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ ഉമ്മ ഉറക്കെ പറഞ്ഞ്, ഞാനെന്നെ നോക്കും മോനെ. ഉമ്മ എന്നോട് ഉറക്കെ പറഞ്ഞ്, ദൈവം ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടില്ലേ ഓരോരുത്തരും മരണം, എന്താ പറയുക. അങ്ങനെ ഒരു ശക്തി കിട്ടിയ ഞാൻ ആ ജനൽമ പിടിച്ച് ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ല, ഉമ്മാനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഞാനൊരു പേർക്കുട്ടിയായിട്ട് ഉമ്മയും കൂടി പോയാൽ ഉമ്മച്ചിൻ്റെ ഫാമിലിൻ്റെ അടിത്തറ മൊത്തം പോയി. ഉപ്പ മുമ്പ് മരിച്ചതാ. ഞാൻ വിചാരിച്ച് കൂട്ടുകാരന്മാരെങ്കിലും ഉണ്ടാവും, അവരില്ല, അപ്പോഴത്തേനും പോയി. ഞാൻ വിചാരിച്ച ഓരെങ്കിലും ഉണ്ടാവും. റെഡ് അലേർട്ട് പോലും തന്നിട്ടില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ ചൂരമലയിലോട്ട് മാറുമായിരുന്നു. ഞാൻ ആ വീടിൻ്റെ മേലെ കയറുമ്പോൾ കാണുന്ന കാഴ്ച ഫുള്ള് കടലാ. ഇപ്പം എനിക്ക് മഴ പെയ്യുമ്പോൾ മഴ കാണുന്നത് തന്നെ പേടിയാണ്. നഷ്ടപ്പെടലിന്റെ വേദനയിലും അതിജീവിക്കുകയാണ്.
ഭൂമിയുടെ വീരപുത്രന്മാരെ നന്ദി, ഞങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചതിന്. മനുഷ്യന് സാധ്യമാകാത്തത് പൂർത്തീകരിക്കാൻ അവർ വീണ്ടും വരും, ഇനിയും വരും.